भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം. കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 870 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 26 അധ്യായത്തിൽ 11 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിച്ച് തുടങ്ങുന്നത്. ഇവിടെ പുരൂരവസിൻ്റെ ആ ആത്മഗാഥ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുരൂരവസ് പറയുന്ന രംഗങ്ങൾ, പുരൂരവസിൻ്റെ മനസ്സിലുണ്ടായ ആ ചിന്തകൾ, അതൊക്കെയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. കുതസ്തസ്യാനുഭാവസ്യാൽ തേജ ഈശത്വമേവ വാ യോന്വഗച്ഛം സ്ത്രിയം യാന്തിം ഖരവൽ പാദതാഡിത. യാന്തിം സ്ത്രീയം പോകുന്ന സ്ത്രീയെ, പാദതാഡിത അവളുടെ പാദം കൊണ്ട് താടനമേറ്റിട്ടും ചവിട്ടപ്പെട്ടവനായിട്ടും, ഖരവത്ത് കഴുതയെന്നതുപോലെ, യാ അഹം ഏതൊരു ഞാൻ, അന്വഗച്ഛം അനുഗമിച്ചുവോ, തസ്യ മേ ആ എനിക്ക്, തേജ ബലമോ, ഈശത്വം വാ ഈശത്വം ഏവ വാ ഈശ്വരൻ എന്ന ഭാവമോ, അനുഭാവ മാഹാത്മ്യമോ, കുത എവിടെ. ഞാൻ പ്രഭുവാണ്, എനിക്ക് മാഹാത്മ്യമുണ്ട്, ഞാൻ എല്ലാ പ്രജകളെയും ഭരിക്കുന്നവനാണ്, ചക്രവർത്തിയാണ്, എൻ്റെ കൽപ്പന ആരാലും ലംഘിപ്പിക്കപ്പെടാൻ സാധിക്കില്ല, അതാരും അതിക്രമിക്കരുത്. ഇങ്ങനെയുള്ള അഭിമാനത്തിനോ ഒന്നും ഒരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്നാണ്. കാരണം ഇതിനെയൊക്കെ വിജയിച്ച താൻ കേവലം ഒരു സ്ത്രീയുടെ ദാസൻ എന്നതുപോലെ മാറിയിരിക്കുന്നു. എന്നെ ഉപേക്ഷിച്ചു പോകാൻ ധൈര്യമുള്ളൊരു സ്ത്രീയെ, അവൾക്ക് അതിനുള്ള ധൈര്യമുണ്ട്, പക്ഷേ അതിനുള്ള മനഃശക്തി എനിക്കില്ല. ഞാൻ ആ സ്ത്രീയുടെ പിന്നാലെ കരഞ്ഞും കൊണ്ട് സഞ്ചരിക്കുന്നു. ഏതുപോലെ പെൺകഴുതയുടെ പിൻഭാഗത്ത് പോയി നിൽക്കുന്ന ആൺകഴുതയ്ക്ക് ചവിട്ടേൽക്കും,
അത് മടങ്ങിപ്പോവാതെ വീണ്ടും 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 ആ പെൺകഴുതയുടെ പിന്നാലെ പോകുന്നത് പോലെ ഈ ഉർവശി കാലുകൊണ്ട് എന്നെ ചവിട്ടി. ആ ചവിട്ട് പോലും സന്തോഷകരമായി കരുതിക്കൊണ്ട് അവളെ വിട്ടുപിരിയാൻ സാധിക്കാതെ ഞാൻ പിന്നാലെ പോണു. ഈ കഴുതയെ പോലെ എനിക്കും ആ കഴുതയ്ക്കും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത്? ഖരവത്ത് യാ അഹം, കഴുത എന്നതുപോലെ ഏതൊരു ഞാൻ. അപ്പോൾ ഇത്ര താണനിലയിലിരിക്കുന്ന, മനസ്സിന് ഇത്രയും ശക്തിയില്ലാത്ത എനിക്ക് എന്നെ മറ്റൊരാളെ ജയിക്കാൻ അതിനുള്ള ദേഹബലമോ മനഃശക്തിയോ മാഹാത്മ്യമോ ഒന്നുമില്ല. സത്യത്തിൽ ഞാൻ ഇതൊക്കെ ഉണ്ട് എന്ന് ദുരഭിമാനം വെച്ച് പുലർത്തുന്ന ആളാണ്. സത്യത്തിൽ ഞാൻ കേവലം ഒരു കഴുതയ്ക്ക് തുല്യമാണ്. എൻ്റെ അഭിമാനം എന്നുള്ളത് വെറും വ്യർത്ഥമാണ്, അത് ദുരഭിമാനമാണ്. പുരൂരവസ് തുടർന്ന് പറയുന്നു, കിം വിദ്യയാ കിം തപസാ കിം ത്യാഗേന ശ്രുതേന വാ കിം വിവിക്തേന മൗനേന സ്ത്രീഭിർ യസ്യ മനോഹൃതം. യസ്യ മനഃ, ഏതൊരാളുടെ മനസ്സാണോ, സ്ത്രീഭി സ്ത്രീകളാൽ ഹൃതം അപഹരിക്കപ്പെട്ടത്, തസ്യ അവൻ്റെ വിദ്യയാ വിദ്യ കൊണ്ട് പഠിപ്പ് കൊണ്ടോ, തപസ തപസ്സുകൊണ്ടും, ത്യാഗേന സന്യാസം കൊണ്ടും, ശ്രുതേനവ ശ്രുതികൾ വേദാധ്യയനം കൊണ്ടും, വിവിക്തേന ഏകാന്തവാസം കൊണ്ടും, മൗനേന ആ വാക്കിനെ നിയന്ത്രിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ വാങ് നിയമനം കൊണ്ടും എന്താണ് കിം എന്തു ഫലമാണ് ഉള്ളത്? ഏതൊരാളുടെ മനസ്സാണോ സ്ത്രീകൾക്ക് അധീനപ്പെട്ടിരിക്കുന്നത്, ഇവിടെ പുരൂരവസ് പറയുന്നു എന്നുള്ളത് കൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ നേരെ വിപരീതമായിട്ടും സ്ത്രീയുടെ കാര്യം ചിന്തിച്ചാൽ ഇതേപോലെ പുരുഷന്മാരുടെ കാര്യത്തിലും അങ്ങനെ ഇവിടെ ഈ സ്ത്രീകൾക്ക് അധീനമായ മനസ്സുള്ള ഒരാളുടെ എത്രയെത്ര ഗുണങ്ങൾ അയാൾക്കുണ്ടെങ്കിലും അതൊന്നും ഫലവത്താവില്ല, അതൊന്നും ശോഭിക്കുകയില്ല എന്നാണ്. കാരണം ദൈവത്തെ, ഈശ്വരനെ ഉപാസിക്കുക, വേദം പഠിക്കുക, സന്യാസം സ്വീകരിക്കുക, ഏകാന്തവാസം നടത്തുക, മൗനിയായിട്ടിരിക്കുക, വാക്കിനെ അടക്കുക, ഇതൊക്കെ സകല ഗുണങ്ങളും ഒരാൾക്കുണ്ട്. പക്ഷേ അയാൾ സ്ത്രീയാൽ ഇത്തരത്തിൽ സ്വാധീനം അല്ലെങ്കിൽ സ്ത്രീ അയാളെ അധീനപ്പെടുത്തി വെച്ചേക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് എന്താണ്? അപ്പോൾ അവയിൽ നിന്നുണ്ടാകേണ്ട നേരത്തെ പറഞ്ഞ വിദ്യ, തപസ്, ത്യാഗം, ശ്രുതി, മൗനം അങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായിട്ട് ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകേണ്ടുന്ന ഗുണം എന്താ? അതാണ് വിവേകം എന്നുള്ളത്. ആ വിവേകം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ മറ്റു ഗുണങ്ങളെ കൊണ്ട് എന്താണ് ഒരു ഗുണം? എല്ലാ ഗുണങ്ങളും നിഷ്ഫലം തന്നെയാണ് എന്ന് പുരൂരവസ് തുടർന്ന് പറയുന്നു. സ്വാർത്ഥസ്യാകോവിതം ധിങ്മാം മൂർഘം പണ്ഡിതമാനിനം യോഹമീശ്വരതാം പ്രാപ്യ സ്ത്രീഭിർ ഗോഘരവർജിത. ഗോഘരവർജിത. സ്വാർത്ഥസ്യ അകോവിദം, സ്വന്തം കാര്യത്തെ അറിയാത്തവൻ, മൂർഖം ആ മൂഢനായ വിഡ്ഢിയായ, പണ്ഡിതമാനിനം പണ്ഡിതൻ എന്ന് നടിക്കുന്ന അഭിമാനിക്കുന്ന, മാം എന്നെ, ധിക്ക് നിന്ദിക്കണം, യാ അഹം ഏതൊരു ഞാൻ, ഈശ്വരതാം ഈശ്വരൻ എന്ന അവസ്ഥയെ പ്രാപിച്ചിട്ട്, പ്രാപ്യ ഗോഘരവത് ആ പശു കഴുത, ഗോഘരവത്ത് പശുവിനെ പോലെയും കഴുത എന്നതുപോലെയും, സ്ത്രീഭി സ്ത്രീകളാൽ ജയിക്കപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് ഹിതകരമായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ശ്രേയസ് എന്താണ് എന്നറിയാതെ കേവലം മൂഢനായി, വിഡ്ഢിയായി, അതേസമയം തന്നെ പണ്ഡിതനാണ് എന്ന് അഭിമാനിച്ച് എന്നെ, അങ്ങനെയുള്ള എന്നെ ഞാൻ തന്നെ നിന്ദിക്കണം. എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത നാണം വരുന്നു. നിന്ദിക്കുകയാണ് വേണ്ടത് എന്നെ. കാരണം സകല മനുഷ്യരെയും മര്യാദ തെറ്റാതെ, അതിർത്തി ലംഘിക്കാതെ കൊണ്ടു നടക്കുക, പരിപാലിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവദേവ സ്വരൂപനാണ്, ഭഗവാന്റെ പാലന ശക്തിയാണ് രാജാവ് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള എന്നെ സ്ത്രീകൾ
ഏതുപോലെ പശുക്കൾ എന്നതുപോലെ കഴുതകൾ എന്നതുപോലെ നിസ്സാരമായി കരുതി അവരുടെ വശത്താക്കിയിരിക്കുന്നു. ആ നിലയ്ക്ക് പ്രജകളുടെ ഈശ്വരൻ എന്നുള്ള രീതിയിൽ രാജാവ് പ്രജകളുടെ ഈശ്വരനായിട്ടാണ് സങ്കല്പം. അപ്പം അങ്ങനെയുള്ള രാജാവ് അല്ലെങ്കിൽ ഈശിത്വം, ഈശ്വരതാം എന്ന ഒരു ഭാവത്തിലേക്ക് എത്തിയ എനിക്ക് യഥാർത്ഥത്തിൽ ആ സ്ഥലത്ത്, ആ സ്ഥാനത്തിരിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ഒരിക്കലുമില്ല. അബലകൾ എന്നാണ് സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള അബലകളായിട്ടുള്ളവർ എന്നെ, ബലവാനായിരിക്കുന്ന എന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. അവരുടെ സ്നേഹപാശത്തിൽ സ്ത്രീകൾക്ക് കീഴടങ്ങിയ ഞാൻ ഈശ്വരനെന്ന് അഭിമാനിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്, മഹാസാഹസമാണ് എന്ന് പറയുന്നു. സേവതോ വർഷപൂഗാൻമേ ഉർവശ്യ അധരാസവം ന തൃപ്യത്യാത്മഭൂകാമോ വഹ്നിരാഹുതിഭിർയഥാ. ഏതുപോലെ ഉർവശ്യ അധരാസവം, ഉർവശിയുടെ അധരാമൃതത്തെ വർഷപൂകാൻ വളരെ കാലങ്ങൾ സേവത സേവിച്ചു കൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മേ എൻ്റെ ആത്മഭൂ മനസ്സിൽ ഉണ്ടാകുന്ന ഈ വികാരം, കാമം, ആഹുതിഭി വഹ്നി ഇവ ആജ്യാദികൾ കൊണ്ട് തീയിനെ എന്നതുപോലെ ന തൃപ്യതി ഒരിക്കലും തൃപ്തിപ്പെടുത്തുന്നില്ല. ഉർവശിയുടെ അധരാമൃതത്തെ ഞാൻ ആസ്വദിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ശമനം ഉണ്ടാവണില്ല ഇപ്പോഴും. ഏതുപോലെ നെയ്യ് തുടങ്ങിയ ഹവിസ് അഗ്നിയിലേക്ക് ഹോമിക്കും. അഗ്നിയിലേക്ക് അത് ഹോമിക്കും തോറും യാഗാഗ്നി ജ്വലിച്ച് വരും. ഇതേപോലെ ഉർവശിയുമായിട്ടുള്ള സംഭോഗസുഖം, ആ ക്രീഡകൾ, ആ രതിലീലകൾ ആലോചിക്കുമ്പോൾ അത് എൻ്റെ ഉള്ളിൽ കാമാഗ്നിയെ വീണ്ടും വീണ്ടും കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. അനുഭവിക്കും തോറും എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, കാമങ്ങൾ, താല്പര്യങ്ങൾ വീണ്ടും 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 വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ 8 ശ്ലോകം കൊണ്ട് പുരൂരവസിൻ്റെ ദുഃഖത്തെ അവിടെ പറഞ്ഞു പുരൂരവസ്. ഇനി 10 ശ്ലോകം കൊണ്ട് താൻ എന്താണ് തീരുമാനിക്കുന്നത്, ഇനി എന്തു വേണം എന്ന് കാണിക്കുകയാണ്. ഇവിടെ പറയുന്നു, പുംശ്ചല്യാപഹൃതം ചിത്തം കോന്വന്യോ മോചിതും പ്രഭു ആത്മാരാമേശ്വരമൃതേ ഭഗവന്തമധോക്ഷജം. പുംശ്ചല്യ, പുംശ്ചലി എന്ന് പറഞ്ഞാൽ കുലട, വേശ്യാസ്ത്രീ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ. അപഹൃതം, കുലടയാൽ അപഹൃതം ചിത്തം, ഈ കുലടയാൽ അപഹരിക്കപ്പെട്ട എൻ്റെ മനസ്സിനെ മോചിതും, അതിനെ മോചിപ്പിക്കാൻ, വിടർത്തിവിടാനായി ആത്മാരാമേശ്വരം അധോക്ഷജം, ആത്മാവിൽ തന്നെ രമിക്കുന്ന ആത്മാരാമനായിരിക്കുന്ന ഈശ്വരനും അധോക്ഷജം ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനുമായ ഭഗവന്തം ഋതേ, ആ ഭഗവാനെ കൂടാതെ അന്യ കാ പ്രഭു, വേറെ ആരാണ് ഉള്ളത് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ? ആ ഭഗവാൻ മാത്രമേ തന്നെ ഈ മോഹപാശത്തിൽ നിന്നും ഈ കാമഭോഗത്തിൽ നിന്നും രക്ഷിക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയാണ്. സങ്കടം വരുമ്പോൾ ആ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മനസ്സ് ചിന്തിക്കും, അതിനെന്താണ് വഴിയെന്ന് ആലോചിക്കും. അത് വേണ്ട തലത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വിവേകം ഉണ്ടാവുമ്പോഴാണ്. അപ്പം രാജാവിനുണ്ടായ വിവേകം എങ്ങനെയാണ്? സത്യത്തിൽ നോക്കൂ, ഭർതൃസ്നേഹം, പാതിവൃത്യം, ഇതൊക്കെ ഉത്തമകളായിരിക്കുന്ന സ്ത്രീകളുടെ സ്വഭാവങ്ങളാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഗുണവുമില്ലാത്ത പുരുഷന്മാരുടെ ആ മനസ്സിനെ, അന്ധകരണത്തെ കൊണ്ട് കളിക്കാനൊരുങ്ങി നടക്കുന്ന വേശ്യ, അതാണ് പുംശ്ചലി എന്ന് പറഞ്ഞത്. അങ്ങനെ അവളാൽ അപഹരിക്കപ്പെട്ട മനസ്സിനെ അവളിൽ നിന്ന് വിടുവിപ്പിക്കാൻ, അവളുടെ ആ സ്നേഹപാശത്തെ മുറിച്ചു കളയാൻ, ആ കാമഭോഗങ്ങളെ നിശേഷം തകർക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? വേറെ ആർക്കും സാധിക്കില്ല, ഈശ്വരന് മാത്രം. ആത്മാനന്ദത്തെ അനുഭവിക്കുന്ന, ആത്മാരാമനായിരിക്കുന്ന, ഇന്ദ്രിയങ്ങളെ വിജയിച്ച, കീഴടക്കിയ, ജിതേന്ദ്രിയനായ, ഒരേ വ്യാപാരത്തിൽ തന്നെ പ്രവർത്തിച്ചിട്ടും സകലേന്ദ്രിയങ്ങളെയും കീഴടക്കി
എപ്പോഴും സ്വതന്ത്രനായിരിക്കുന്ന, പാരതന്ത്ര്യത്തിൻ്റെ ഒരു ചെറുകണിക പോലും തൻ്റെ ഉള്ളിൽ കാണാത്ത ആ ഭഗവാന് മാത്രമേ എന്നെ ഈ ദുഃഖമാകുന്ന ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. ദേവന്മാരെ ഇതുവരെ കർമ്മങ്ങൾ കൊണ്ട് പൂജിച്ചിട്ടും ദുഃഖനിവൃത്തി വന്നില്ല. അപ്പം എന്ത് വേണം? ഭഗവാനെ പൂജിക്കണം. ആ ഭഗവാനെ ഭജിച്ചാൽ മാത്രമേ ഈ ജീവിത പ്രാരബ്ധങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. പുരൂരവസ് ഉറപ്പിക്കുന്നു. ബോധിതസ്യാപി ദേവ്യാമേ സൂക്തവാക്യേന ദുർമതേ മനോഗതോ മഹാഭോഗോ മഹാമോഹോ നാപയത്യജിതാത്മന. മഹാമോഹോ എന്നാണ്. ദേവ്യ, ആ ഉർവശിയാൽ, സൂക്തവാക്യേന, യഥാർത്ഥ വചനങ്ങൾ കേട്ട്, ബോധിതസ്യ അപി, ഉപദേശിക്കപ്പെട്ടവനായി എങ്കിലും, ദുർമതേ, മതി നശിച്ച എന്ന് വെച്ചാൽ ബുദ്ധി നശിച്ച, ബുദ്ധി കെട്ട, അജിതാത്മനഃ, അന്ധക്കരണത്തെ കീഴടക്കാത്ത, മേ, എൻ്റെ, മനോഗത, മനസ്സിൽ കടന്നുകൂടിയ, മഹാമോഹ, വലിയ അറിവില്ലായ്മ, ന അപയാതി, ഒരിക്കലും പോകുന്നില്ല. സാധാരണ കുലടകളെപ്പോലെ, പുംശലിയെപ്പോലെ മനസ്സിനെ അപഹരിക്കുക മാത്രമല്ല ഈ ഉർവശി ചെയ്തത്. ഉർവശി എന്ത് ചെയ്തു? ഉർവശി വേണ്ട പോലെ ഉപദേശിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ദേവി എന്ന് പറഞ്ഞത്. ബോധിതസ്യാപി ദേവി, ദേവ്യ ബോധിതസ്യ അപി, ദേവിയാൽ വേണ്ട പോലെ ഉപദേശിക്കപ്പെടുകയും ചെയ്തു. ഞാൻ അവളിൽ അത്യാസക്തനായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ, സ്ത്രീസുഖം വളരെ നിസ്സാരമാണ്, ക്ഷണഭങ്കുരമാണ്, ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത് എന്ന് ഉർവശി പുരൂരവസിനെ ഉപദേശിച്ചു. മഹാചക്രവർത്തിയായിട്ടുള്ള അങ്ങ് കേവലം എൻ്റെ പിന്നാലെ വരികയാണോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. മഹാരാജാവേ, എന്നെ വിചാരിച്ചു കൊണ്ട് ഇങ്ങനെ ദുഃഖിക്കരുതേ, എൻ്റെ വിരഹം കൊണ്ട് ഇങ്ങനെ തപിക്കരുതേ. കാരണം ഇന്ദ്രിയങ്ങളാകുന്ന ചെന്നായ്ക്കൾ നമ്മളെ വലിച്ചു കയറി കൊല്ലാനായിട്ട് തയ്യാറായി നിൽക്കണു. അപ്പോൾ ആ ചെന്നായ്ക്കൾക്ക് ഭക്ഷണമായി തീരേണ്ടതല്ല ഈ ജീവിതം. യുവതീ സുഖം എത്രയും നിസ്സാരമെന്ന് ധരിക്കൂ. അതിനുള്ള ബുദ്ധി വേണ്ടേ? സ്ത്രീകളെ സഖികളായിട്ട് കരുതരുത്. അവര് തീർച്ചയായും ചെന്നായ്ക്കൾക്ക് തുല്യമാണ്. പുരുഷന്മാരുടെ ഓജസ്സിനെയും തേജസ്സിനെയും ഊറ്റിക്കുടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ആ ശരീരം, ആ ഇല്ലം കഷ്ണം വലിച്ചെറിയുന്നത് പോലെ പുരുഷന്മാരെ ഉപേക്ഷിക്കുന്ന സ്ത്രീകളുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അത്തരം സ്വഭാവമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും അല്ല. അവിടെ ആ ഉർവശി പറയുകയാണ്. അങ്ങനെയുള്ള പരമാർത്ഥമായ വാക്യങ്ങൾ കൊണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ കൊണ്ട് ഉർവശി എന്നെ വേണ്ട പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. എൻ്റെ ഉള്ളിലെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കി വിജ്ഞാന ദീപം കൊളുത്താൻ ശ്രമിച്ചു. എന്നെ ആ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ മയങ്ങിപ്പോയ എന്നെ വിജ്ഞാനത്തിൻ്റെ ജീവിത സൗഭാഗ്യത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഉണർത്താൻ ശ്രമിച്ചു. എന്നാൽ ഇന്ദ്രിയങ്ങളെ കീഴടക്കാതെ അവൾക്ക് അധീനനായിരുന്ന എൻ്റെ മനസ്സിൽ ആ അജ്ഞാനം, ആ അറിവില്ലായ്മ, മൗഢത്വം, അത് നശിച്ചതേയില്ല. കിമേതയാ നോപകൃതം രജ്ജുവാവാ സർപ്പചേതസ രജ്ജുസ്വരൂപാവിദുഷോ യോഹം യദചിതേന്ദ്രിയ. ഏതയാ ന, ഇവളാൽ നമുക്ക് കിം അപകൃതം, എന്തുപകാരം ചെയ്യപ്പെട്ടു? യത്ത്, എന്തുകൊണ്ടാ? യാ അഹം, ഏതൊരു ഞാൻ, അജിതേന്ദ്രിയ, ഞാൻ ആരാണ്? അജിതേന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനാണ്. രജ്ജുസ്വരൂപാവിദുഷ, രജ്ജുസ്വരൂപത്തെ അവിദുഷ, അറിയാതെ, സർപ്പചേതസ, സർപ്പം എന്ന് ധരിച്ചവന്, രജ്ജുവാവ കിം അപകൃതം, ആ കയറുകൊണ്ട് എന്ത് അപരാധമാണ് ചെയ്തത്? സത്യത്തിൽ കയറൊന്നും ചെയ്തില്ല. നമ്മൾ വിചാരിക്കുകയാണ് കയറിനെ പാമ്പായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പേടിക്കണത്. അവൾ എൻ്റെ മനസ്സിനെ അപഹരിച്ചു എന്നത് അവളിൽ കുറ്റം ആരോപിച്ചത് തന്നെ ശരിയല്ല. കാരണം കുറ്റം എന്നിലാണ്. ഞാനാണ് അവളെ സ്വീകരിച്ചത്. ഇന്ദ്രിയങ്ങളെ ഞാൻ ജയിക്കാത്തത് കൊണ്ടാണ് അവൾ
ഉപഭോഗ്യ എന്ന് മനസ്സിൽ തോന്നിയ കുറ്റം എന്നിൽ തന്നെ ഇരിക്കുന്നതല്ലാതെ അവൾ എനിക്ക് എന്ത് ഉപദ്രവാ ചെയ്തത് ഉർവശി? സത്യത്തിൽ ഒന്നുമില്ല അല്ലേ? വഴിയിലൊരു കയറ് കിടക്കണു, അത് കയറാണ്. ആ കയറ് ആരെയും ഉപദ്രവിക്കുന്നില്ല, കയറവിടെ കിടക്കണു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇരുട്ടത്ത് ഒരാളതിനെ സർപ്പമാണെന്ന് തെറ്റിദ്ധരിച്ചാലോ? പേടിക്കണു, അവിടുന്ന് ഓടി രക്ഷപ്പെടണു, കയ്യും കാലും മുറിഞ്ഞ് രക്തമൊലിച്ച വല്ലാതെ വിഷമിക്കണു. അപ്പം ഇതിൻ്റെ കുറ്റം കയറിനല്ല, മറിച്ച് ആ കയറിനെ സർപ്പമാണെന്ന് കരുതിയ മനസ്സിനാണ്. ഇപ്പം സൂക്ഷിച്ചറിയാത്ത അപരാധം പുരുഷനിൽ തന്നെയാണ്. സ്ത്രീകളെ ഇങ്ങനെ ചെന്നായ്ക്കളെ എന്നൊക്കെ അത് അവള് പറഞ്ഞു. അത് കേട്ടിട്ട് ആ സ്ത്രീകൾ ചെന്നായ്ക്കളാണെന്ന് കരുതല്ല വേണ്ടത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി വിവേകപൂർവം ചിന്തിച്ചുണർത്തുകയല്ലേ വേണ്ടത്. അവിവേകികളാണ് അന്യരിൽ കുറ്റമാരോപിക്കുക. വിവേകികളോ അവർ സ്വന്തമായ സുഖദുഃഖങ്ങൾക്ക് താൻ തന്നെയാണ് കാരണം എന്ന് ഓർക്കുകയാണ് ചെയ്യുക എന്നവിടെ ആ പുരൂരവസ് പറയുന്നു. ആ 17-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നലെ എല്ലാവരെയും അറിയിച്ചിരുന്നു, ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ തന്നെ ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറയാൻ ഗുരുവായൂരപ്പൻ്റെ മുൻമേൽശാന്തി എന്നുള്ള രീതിയിൽ ഈ ഉള്ളവന് ഭഗവാൻ അവസരം തന്നിരിക്കുന്നു. ഭഗവത് കഥകൾ ഗുരുവായൂർ ദേവസ്വം മണ്ഡലമാസ കാലത്ത് നടത്തുന്ന പ്രഭാഷണ പരമ്പരയിലാണ്. ഇന്ന് വൈകുന്നേരം 6 മുതൽ 7:30 വരെയുള്ള സമയത്ത് ഭഗവാന്റെ രാസലീല രംഗത്തെ വർണ്ണിക്കാനുള്ള അവസരം ഭഗവാൻ തന്നിട്ടുള്ളത്. രാസലീല, ഭാഗവത സാരലീല എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് രാസലോല വിഹാരിയായിരിക്കുന്ന ഭഗവാൻ, ഗോപികാകാന്തനായിരിക്കുന്ന ഭഗവാൻ, രാധാമാധവനായിരിക്കുന്ന ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പൻ വേണ്ടതുപോലെ അക്ഷരമായി ഉള്ളിൽ നിറഞ്ഞു നിന്ന് അത് സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിയുന്ന ഭക്തജനങ്ങളെയൊക്കെ ഈ പ്രഭാഷണം കേൾക്കാനും ഒക്കെയായിട്ട് ക്ഷേത്രാങ്കണത്തിലേക്ക് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് പ്രഭാഷണം നടക്കുക എന്നുകൂടി എല്ലാവരെയും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും മംഗളകരമായ, ശുഭകരമായ, ഭക്തിനിർഭരമായ ജീവിതം, നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമല മഥനി
പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.